വടക്കാഞ്ചേരി UDF ഭരണകാലത്ത് അഴിമതി നടത്തി രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ടെന്നും അത്തരക്കാർക്ക് ശിഷ്ടകാലം ജയിലിൽ സുഖമായി കഴിയുന്നതിനുള്ള സൗകര്യമുണ്ടാക്കുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയതിന് വിജിലൻസിന്റെയും ഓഡിറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെയും അന്വേഷണം നേരിടുന്ന വടക്കാഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത പ്രാസംഗികൻ ശ്രീ ASA ആസാദും ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷൻ ശ്രീ PG ജയദീപും കൂടെ സൂചിപ്പിക്കുന്നു. ഇത്രയേറെ അഴിമതി നടത്തിയ ഒരു സെക്രട്ടറി ഇപ്പോഴും ഇവിടെ തുടരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ നഗരസഭയ്ക്ക് മാത്രമല്ല, ഈ നഗരത്തിന് കൂടെ അപമാനകരമായ ഒരു കാര്യം. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ആ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇത്ര നാൾ കൊണ്ട് 13 കോടിയുടെ അഴിമതി നടത്തി എന്ന് ഓഡിറ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വയം രാജിവെച്ചു പോകാം, അല്ലെങ്കിൽ സസ്പെൻഷൻ അല്ല പുറത്താക്കൽ നടപടി വരെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ കേരളം ഭരിക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ആത്മമായി സൂചിപ്പിക്കുന്നു. ഇത്രയേറെ ഓഡിറ്റിൽ ഒബ്ജക്ഷനുള്ള ഒരു വ്യക്തി എല്ലാ സാമ്പത്തിക വർഷത്തെയും ഓഡിറ്റിൽ ഇദ്ദേഹം അഴിമതി നടത്തിയതായി, ക്രമക്കേട് നടത്തിയതായി സൂചിപ്പിച്ചിരിക്കുകയാണ്. നിയമനങ്ങളുടെ കാര്യത്തിൽ 179 ദിവസത്തേക്ക് വേണ്ടിയുള്ള നിയമനം 5 വർഷക്കാലമായിട്ട് കൊണ്ടു നടക്കണം. എങ്ങനെയാണത് സാധിക്കുന്നത്? അപ്പൊ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്രട്ടറി. അത് മാത്രമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എല്ലാം അഡ്വാൻസ് ചെയ്യും, സംഖ്യ ചെലവഴിച്ചിട്ടാണ് സാധാരണ സർക്കാർ വകുപ്പുകളിലെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ചെലവഴിച്ചതിന് ശേഷമാണ് സംഖ്യ അനുവദിക്കുക. ഇവിടെ മാത്രം ഇവിടുത്തെ ജീവനക്കാർക്ക് അഡ്വാൻസായി സംഖ്യ കൊടുക്കുകയാണ്. അതൊരു സെക്രട്ടറി, നിയമം കാത്ത് സംരക്ഷിക്കേണ്ട ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ സെക്രട്ടറിയാണ്. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ നഗരസഭയുടെ തീരുമാനമാണ് ഭരണസമിതി എടുക്കുന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയാണ് ഇവിടെ ഇത്രയേറെ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അഴിമതിക്ക് നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ചെയ്ത പ്രവർത്തികൾക്ക് ഒരു വൗച്ചറോ ഒരു റെസിപ്റ്റോ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇദ്ദേഹം ഇത്ര നാൾ ഇവിടെ സെക്രട്ടറി ആയിരുന്നത് എന്നുള്ളതാണ്. CPM നേതൃത്വത്തിന് ഏറ്റവും താല്പര്യം അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കലാണ്. അതുകൊണ്ടാണ് സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥനെ വീണ്ടും വിളിച്ചുവരുത്തി കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അഴിമതിക്കാർ VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്നും UDF ആണ് ഭരണം നടത്തുന്നതെന്നും ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, K അജിത് കുമാർ, SSA ആസാദ്, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, PJ രാജു, NA സാബു, PN വൈശാഖ് എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് TP ഗിരീശൻ, ഹരീഷ് CH, ജെയ്സൺ മാത്യു, ശശിധരൻ മാസ്റ്റർ, ഹരി നമ്പലാട്ട്, നാസർ മങ്കര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC +2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.